കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ ഇരുന്ന് നന്നായിട്ട് വായിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. പല പ്രാവശ്യം വായിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇത് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം എപ്പോഴും ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ വളരെ ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഉത്തരം തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്, പക്ഷേ നമുക്ക് നന്നായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് ആ തരത്തിൽ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പല പ്രാവശ്യം വായിക്കേണ്ടെന്ന് ആവശ്യമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്ത് നിർത്തിയത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ്. അതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു. ലീനിയർ ഡെവലപ്മെൻറ്റ്, കണ്ടിന്യൂറ്റി, കുമുലേറ്റീവ് എന്താണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ആദ്യത്തെ ചോദ്യം, പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിക്കുന്നതും ഒരുപാട് സാധ്യതകളുള്ളതുമായ ചോദ്യവും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്: സ്പിയർമാൻസ് ടു ഫാക്ടർ തിയറി ഇൻക്ലൂഡ്സ്. സ്പിയർമാൻ്റെ ടു ഫാക്ടർ തിയറി ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തിനെയാണെന്നാണ്. സ്പിയർമാൻ്റെ ടു ഫാക്ടർ തിയറി. ഓപ്ഷൻ തന്നിരിക്കുന്നത് എ ജി ആൻഡ് എസ് ഫാക്ടർ. ഓപ്ഷൻ എ ജി ആൻഡ് എസ് ഫാക്ടർ. ഓപ്ഷൻ ബി ജി ആൻഡ് എഫ് ഫാക്ടർ. ജി ആൻഡ് എഫ് ഫാക്ടർ. ഓപ്ഷൻ സി എസ് ആൻഡ് എം ഫാക്ടർ. എസ് ആൻഡ് എം ഫാക്ടർ. ഓപ്ഷൻ ഡി എസ് ആൻഡ് എഫ് ഫാക്ടർ. ഇവിടെ സ്പിയർമാൻ്റെ ടു ഫാക്ടർ തിയറി എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി ഇൻ്റലിജൻസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇൻ്റലിജൻസ് ഹാസ് ടു കമ്പോണൻസ്. ഇൻ്റലിജൻസിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ജനറൽ ഇൻ്റലിജൻസ് ജിയും സ്പെസിഫിക് എബിലിറ്റി എസും. ഇപ്പോൾ സ്പിയർമാൻ പറയുന്നത് ഇൻ്റലിജൻസ് ഹാസ് ടു കമ്പോണൻസ്, ജനറൽ ഇൻ്റലിജൻസ് ജി ആൻഡ് സ്പെസിഫിക് എബിലിറ്റി എസ്. ഈ രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ ടു ഫാക്ടർ, സ്പിയർമാൻ്റെ ടു ഫാക്ടർ തിയറിയിൽ പറയുന്നത്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ജി ആൻഡ് എസ് ഫാക്ടറാണ്. ജനറൽ ഇൻ്റലിജൻസ് ഫാക്ടറും സ്പെസിഫിക് എബിലിറ്റി, കഴിവും. നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എസ് ആൻഡ് എം ഫാക്ടർ, എസ് ആൻഡ് എഫ് ഫാക്ടർ എന്നൊക്കെ ഇട്ട് അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒന്നും തന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് അനലൈസേഷനകത്ത് വരുന്നില്ല. അപ്പോൾ നമ്മൾ സ്പിയർമാൻ്റെ ടു ഫാക്ടർ തിയറി പറയുന്നത് ഇൻ്റലിജൻസിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഒന്ന് ജനറൽ ഇൻ്റലിജൻസ് ആയ ജിയും രണ്ടാമത്തെ സ്പെസിഫിക് എബിലിറ്റി ആയ എസും. അപ്പോൾ ജി ആൻഡ് എസ് ഫാക്ടർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. ഇനി എപ്പോഴും ഈ എസ് കമ്പോണൻറ്റ് വാസ് സ്പെസിഫിക് ടു എ സർട്ടൺ ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലിജൻസ്. അപ്പോൾ ഈ എസ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും വാസ് സ്പെസിഫിക് ടു എ സർട്ടൺ ആസ്പെക്ട് ഓഫ് ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസിൻ്റെ ചില പ്രത്യേകതകൾ, ചില പ്രത്യേക കഴിവുകൾ ബുദ്ധിയെ പ്രത്യേക രീതിയിൽ പരിഗണിക്കപ്പെടും. ചില പ്രത്യേക കഴിവുകൾ ബുദ്ധിയെ ചില പ്രത്യേക രീതിയിൽ പരിഗണിക്കപ്പെടും എന്നുള്ളതാണ്. എസ് കമ്പോണൻറ്റ് വാസ് സ്പെസിഫിക് ടു എ സർട്ടൺ ആസ്പെക്ട്സ് ഓഫ് ഇൻ്റലിജൻസ്. ഇതാണ് സ്പിയർമാൻ്റെ ടു ഫാക്ടർ തിയറി. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസിനകത്ത് ബാക്കി എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല, കാരണം അത് വെറുതെ തന്നിരിക്കുകയാണ്. അടുത്ത ചോദ്യം: അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻ എ പാവ്ലോവ്. പാവ്ലോവാണിത് പറഞ്ഞത്. ഓപ്ഷൻ ബി സ്കിന്നറാണ് പറഞ്ഞത്. ഓപ്ഷൻ സി തോണ്ടേക്ക് ആണ് പറഞ്ഞത്. ഓപ്ഷൻ ഡി വാട്സൺ ആണ് പറഞ്ഞത്. അപ്പോൾ അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്? ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് ഇരിക്കുന്നതെന്നാണ് ഈ ചോദ്യത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും തോണ്ടേക്കിൻ്റെ തിയറിയിലുള്ളതാണ്. അതിനകത്ത് വരുന്നതാണ് തോണ്ടേക്കിൻ്റെ തിയറിയിലാണ് പ്രധാനമായിട്ടും
അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം വരുന്നത്. അപ്പം ഈ അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എതിൽ വരുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോണ്ടേക്കാണ് ആൻസർ. തോണ്ടേക്കിൻ്റെ ഒരു സമ്പ്രദായമാണ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. എപ്പോഴും താഴ്ന്ന നിലവാരമുള്ള കുട്ടികളെ കൈപിടിച്ചുയർത്തുക എന്നുള്ള ഉദ്ദേശമാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിലെ ഓപ്ഷൻ ആദ്യം തന്നിരിക്കുന്ന പാവ്ലോവാണ്, ഇവാൻ പാവ്ലോവാണ് ആദ്യത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുണ്ട്, അതൊന്ന് ഓർത്തു വെക്കുന്ന നല്ലതാണ്. ഡോണ്ട് ബിക്കം എ മിയർ റെക്കോർഡർ ഓഫ് ഫാക്ട്സ്. ഡോണ്ട് ബിക്കം എ മിയർ റെക്കോർഡർ ഓഫ് ഫാക്ട്സ് but try to penetrate the mystery of their origin. ഒരു ഇമ്പോർട്ടൻ്റ് കൊട്ടേഷനാണ്, ഒരു കോട്ടാണ് ഇയാൻ പാവ്ലോവിൻ്റെ. ഡോണ്ട് ബിക്കം എ മിയർ റെക്കോർഡർ ഓഫ് ദ ഫാക്ട്സ്. സത്യത്തിനെ യാഥാർത്ഥ്യങ്ങൾ റെക്കോർഡ് ചെയ്തങ്ങ് മാത്രം ഉപയോഗിക്കരുത്. ബട്ട് ട്രൈ ടു പെനട്രേറ്റ് ദ മിസ്റ്ററി ഓഫ് ദെയർ ഒറിജിൻ. അത് രൂപപ്പെട്ടു വന്നത് എവിടെ നിന്നായിരിക്കുമെന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും വേണം. എങ്കിലേ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് ഒക്കത്തുള്ളൂ. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വരുന്നതെന്ന് ഒന്ന് ചിന്തിക്കാനുള്ള അവസരം വേണം. അപ്പോൾ ഇയാൻ പാവ്ലോവിൻ്റെ ഒരു കൊട്ടേഷനാണ്, ഡോണ്ട് ബിക്കം എ മിയർ റെക്കോർഡർ ഓഫ് ഫാക്ട്സ് ബട്ട് ട്രൈ ടു പെനട്രേറ്റ് ദ മിസ്റ്ററി ഓഫ് ദെയർ ഒറിജിൻ. അടുത്തതായിട്ട് അതിനകത്ത് ഓപ്ഷൻ തന്നത് സ്കിന്നറാണ്, BF സ്കിന്നർ. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചൊരു കോട്ടുണ്ട്, അതിതാണ്: ദ റിയൽ പ്രോബ്ലം ഈസ് നോട്ട് വെദർ മെഷീൻസ് തിങ്ക് ബട്ട് വെദർ മെൻ ഡു. യഥാർത്ഥ പ്രശ്നമെന്ന് പറയുന്നത് എഞ്ചിനുകളുടെ കുറ്റമല്ല, ആ എഞ്ചിനുകൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് ചിന്തിച്ച മനുഷ്യന്റെ കുറ്റമാണ്. So the real problem is not whether machines think but whether men do. മനുഷ്യൻ ചെയ്തു വെച്ച എന്താണോ അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നതാണ് എഞ്ചിനുകളായാലും റോബോട്ടുകളായാലും എല്ലാം തന്നെ സ്വമേധയാ പ്രവർത്തിക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ സ്കിന്നറിൻ്റെ അതായിരുന്നു. അപ്പം തോണ്ടേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മിയർ ഓപ്ഷൻ ഇത് കൂടാതെ ഉണ്ട്. ഹ്യൂമൻ ഫോക്സ്, FOLKS, human folks are, as matter of fact, eager to find intelligence in animals. മനുഷ്യൻ്റെ കൂട്ടമായാലും ആർ ആസ് മാറ്റർ ഓഫ് ഫാക്ട് യാഥാർത്ഥ്യത്തിൽ ഈഗർ ടു ഫൈൻഡ് ഇൻ്റലിജൻസ് ഇൻ ആനിമൽസ്. മൃഗങ്ങളിൽ നിന്ന് പോലും നമ്മൾ എന്താണ് ഇൻ്റലിജൻസ് കണ്ടെത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Human folks are, as matter of fact, that eager to find intelligence in animals. അതിനൊരു ഉദാഹരണം, സാധാരണ ഈ മരപ്പണി ചെയ്യുന്ന ആളുകൾ ഈ മിനുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്തേര് എന്നൊക്കെ പറയുന്ന പഴയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് തടി മുന്നോട്ട് നീങ്ങി പോകാതിരിക്കാനായിട്ട് ചവിട്ടി പിടിക്കുന്ന ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ആക്ച്വലി അവർ മനസ്സിലാക്കിയത്, അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇല എറിഞ്ഞപ്പോൾ അത് വേസ്റ്റ് ഭക്ഷിക്കാൻ നായ എത്തിയപ്പോൾ ഇല നീങ്ങിപ്പോകാതിരിക്കാൻ നായ ഇല ചവിട്ടി പിടിച്ചുകൊണ്ട് അത് നക്കുന്നതായിട്ട് കണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തതാണ് ചവിട്ടി പിടിച്ചാൽ ഇത് മുന്നോട്ട് പോകത്തില്ലെന്ന്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പം ആധുനികവൽക്കരണമായ തരത്തിലുള്ള പുതിയ ഒരുപാട് യന്ത്രങ്ങളൊക്കെ വന്നു, ഇപ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല. അന്ന് പഴയ കാലഘട്ടത്തിൽ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ് എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഹ്യൂമൻ ഫോക്സ് ആർ, ആസ് മാറ്റർ ഓഫ് ഫാക്ട്, ഈഗർ ടു ഫൈൻഡ് ഇൻ്റലിജൻസ് ഇൻ ആനിമൽസ്. തോണ്ടേക്ക് പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ഓപ്ഷനാണ് വാട്സൺ. വാട്സൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട്. ഡോണ്ട് ഫീൽ സ്റ്റുപ്പിഡ് ഇഫ് യു ഡോണ്ട് ലൈക്ക് വാട്ട് എവരി വൺ എൽസ് പ്രിറ്റൻസ് ടു ലവ്. ഒരിക്കലും ഡോണ്ട് ഫീൽ സ്റ്റുപ്പിഡ് ഇഫ് യു ഡോണ്ട് ലൈക്ക് വാട്ട് എവരി വൺ എൽസ് പ്രിറ്റൻഡ് ടു ലവ്. അപ്പോൾ ആരൊക്കെ നിങ്ങളോട് പ്രിറ്റൻഡ് ടു ലവ്, സ്നേഹം നടിച്ചാലും നിങ്ങൾ വിഡ്ഢികളായി പോകരുത്. ആ സ്നേഹത്തെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഡോണ്ട് ഫീൽ സ്റ്റുപ്പിഡ് ഇഫ് യു ഡോണ്ട് ലൈക്ക് വാട്ട് എവരി വൺ എൽസ് പ്രിറ്റൻസ് ടു ലവ്. ഈ കൊട്ടേഷൻസ് എല്ലാം തന്നെ
ഇവരുടെ പ്രശസ്തമായ ഈ സയൻറ്റിസ്റ്റുകളുടെ, അതായത് പാവ്ലോവിൻ്റെയും സ്കിന്നറിൻ്റെയും തോണ്ടേക്കിൻ്റെയും വാട്സൻ്റെയുമാണ് ഇത് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. അടുത്ത ചോദ്യം, ദ ടേംസ് ഷേപ്പിംഗ്, ചെയിനിങ്, ക്യൂയിങ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആർ പ്രപ്പോസ്ഡ് in the learning theory. But the terms shaping, chaining, queuing and discrimination are proposed in the learning theory. ഏത് ലേണിംഗ് തിയറിയിലാണ് ഏതൊക്കെയാണ് ഷേപ്പിംഗ്, ചെയിനിങ്, ക്യൂയിങ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഇവ കാണപ്പെടുന്നത്? ഏത് ലേണിംഗ് തിയറിയിലാണ്? അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, തിയറി ഓപ്ഷൻ തന്നിരിക്കുന്നത് apparent conditioning, classical conditioning, trial and error learning, insight theory. ഇത്രയും തന്നിട്ടുണ്ട് ഓപ്ഷനകത്ത്. ഓപ്ഷനകത്ത് തന്നിരിക്കുന്നത് apparent conditioning, classical conditioning, trial and error learning, insight theory. അതിനുമുമ്പ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. എന്താണ് ഷേപ്പിംഗ്, എന്താണ് ചെയിനിങ്, എന്താണ് ക്യൂയിങ് ആൻഡ് എന്താണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഷേപ്പിംഗ്, സ്കിന്നറാണ് ഇത് രൂപപ്പെടുത്തിയ വ്യക്തി. ഷേപ്പിംഗ് എന്ന് പറയുന്നത് എ മെത്തേഡ് ഓഫ് ട്രെയിനിങ് ബൈ വിച്ച് സക്സസീവ് അപ്രോക്സിമേഷൻസ് ടുവേർഡ്സ് എ ടാർഗറ്റ് ബിഹേവിയർ ആർ റീഇൻഫോഴ്സ്ഡ്. അപ്പം ഈ ഷേപ്പിംഗ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേക രീതിയിൽ തയ്യാറാക്കി നിർത്തുന്നു. കുട്ടികളെ മാർച്ച് പാസ്റ്റിന് തയ്യാറാക്കിയത്, കൈ മുന്നോട്ടും പുറകോട്ടും വീശി അതിനനുസരിച്ച് വലത്തെ കയ്യ്, വലത്തെ കാല്, വലത്തെ കയ്യ്, ഇടത്തെ കാല്, ഇടത്തെ കയ്യ്, വലത്തെ കാല്, ഇങ്ങനെ മാർച്ച് പാസ്റ്റ് നമ്മൾ തയ്യാറാക്കി നിർത്തുന്ന രീതി. ദാറ്റ്സ് എ ഷേപ്പിംഗ് മെക്കാനിസം. അതുപോലെ തന്നെ ഷേപ്പിങ്ങിന് മറ്റൊന്നാണ് അഡ്വർടൈസേഴ്സ് യൂസിങ് സെക്സി മോഡൽസ് ടു സെൽ പ്രോഡക്ട്സ്. ചില പ്രോഡക്റ്റുകളിലേക്ക് മനുഷ്യരെ അട്രാക്ട് ചെയ്യാനായിട്ട് അഡ്വർടൈസേഴ്സ് സെക്സി മോഡൽസിനെ വെക്കും. That's also shaping. പോലീസ് ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുന്നത്, ദാറ്റ്സ് ഓൾസോ ഷേപ്പിംഗ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. പോലീസ് ഡോഗ്സിനെ ട്രെയിൻ ചെയ്യുന്നത് ഓൾസോ ഷേപ്പിംഗ് ആണ്. അതുപോലെ തന്നെ അഡ്വർടൈസേഴ്സ് യൂസിങ് സെക്സി മോഡൽസ് ടു സെൽ പ്രോഡക്ട്സ്, പ്രോഡക്റ്റ് സെല് ചെയ്യാനായിട്ട് സെക്സി മോഡൽസിനെ വെക്കുന്ന ഷേപ്പിംഗ് ആണ്. മാർച്ച് പാസ്റ്റിന് കുട്ടികളെ തയ്യാറാക്കുന്നത് ഷേപ്പിംഗ് ആണ്. അപ്പോൾ ഷേപ്പിംഗ് എ മെത്തേഡ് ഓഫ് ട്രെയിനിങ് by which successive approximations toward a target behavior are reinforced. അതാണ് ഷേപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ചെയിനിങ്? ചെയിനിങ് എന്ന് പറയുമ്പോൾ എ മൾട്ടി സ്റ്റെപ്പ് ടാസ്ക് ആൻഡ് ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻടു എ സീക്വൻസ് ഓഫ് സ്മോളർ സ്റ്റെപ്സ്. അപ്പൊ നോക്കിയേ, എന്താണ് ചെയിനിങ്? എ മൾട്ടി സ്റ്റെപ്പ് ടാസ്ക് ആൻഡ് ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻടു എ സീക്വൻസ് ഓഫ് സ്മാളർ ടാസ്ക്. നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കുട്ടിക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതി. ഇപ്പോൾ ഫാസറ്റിൻ്റെ യൂസേജ്, FAUCET ഒരു എക്സാമ്പിൾ നല്ലതായിട്ട് ഉള്ളതാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരെണ്ണമാണ് ഫാസറ്റ്. FAUCET, ഫാസറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്താണ് ഫാസറ്റ് എന്ന്. ഫാസറ്റ് നിങ്ങൾ സാധാരണ വേറെ വാക്കുകളൊക്കെ ആയിരിക്കും അതിന് ഉപയോഗിക്കുന്നത്. ഫാസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റിൽ ഈ ടെലഫോണിൻ്റെ ആകൃതിയിലിരിക്കുന്ന ഒരു ഷവറുണ്ട് വാഷിങ്ങിന് വേണ്ടിയിട്ട്. അതിനെ പറയുന്ന പേരാണ് ഹെൽത്ത് ഫാസറ്റ്, FAEUCET, ഫാസറ്റ്. അതിൻ്റെ ഉപയോഗം പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഉപയോഗം അറിയാം. എന്താണ് ഇതിൻ്റെ ഉപയോഗം അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആയാൽ പോലും ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞു കൊടുക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആദ്യം അതിൻ്റെ സ്റ്റാൻഡിൽ നിന്ന് ഊരണം. രണ്ടാമത് ആവശ്യമുള്ള സമയത്ത് അതിൻ്റെ ലിവറിൽ പ്രസ് ചെയ്യുമ്പോൾ മാത്രം ജലം വരികയും വിടുമ്പോൾ ജലധാര നിൽക്കുകയും ചെയ്യും. അതിനുശേഷം തിരിച്ചത് ആ ഹോൾഡറിൽ വെക്കണം.
അപ്പോൾ അത് ഈ ഒരു എക്സാമ്പിൾ ഫാസറ്റ് തന്നെ എടുത്ത് തന്നിരിക്കുന്നതിൻ്റെ കാര്യം ഫാസറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോഴേ അതിന് നമ്മൾ പറയുന്ന പേരാണ് ചെയിനിങ്. ഒരു മൾട്ടി സ്റ്റെപ്പായിട്ടുള്ള കാര്യം ബ്രേക്ക് ഇറ്റ് ഡൗൺ ഇൻ ടു സീക്വൻസ് ഓഫ് സ്മാളർ സ്റ്റാർസ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന രീതി. ഇത് 3 തരത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഫോർവേഡ് ചെയിനിങ് ഉണ്ട്, മുന്നോട്ടുള്ളത്. ബാക്ക്വേഡ് ചെയിനിങ് ഉണ്ട്, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത്. ഫോർവേഡ് ചെയിനിങ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിനകത്ത് ഫോർവേഡ് ചെയിനിങ് ടാസ്കിനകത്ത് വരുന്ന ഒരു സ്ക്രൂ മുറുക്കുന്നത് ഫോർവേഡ്. ബാക്ക്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രൂ അല്ലെങ്കിൽ നട്ട് ഊരുന്നത് ബാക്ക്വേഡ് ചെയിനിങ് മെക്കാനിസമാണ്. ടാസ്ക് ചെയിനിങ് എങ്ങനെ ചെയ്യണമെന്ന് സ്വയം കണ്ടുപിടിക്കുന്നതാണ് ടാസ്ക് ചെയിനിങ്. ഈ 3 എണ്ണമാണ് ഇതിനകത്തുള്ള ഫോർവേഡ് ചെയിനിങ്, ബാക്ക്വേഡ് ചെയിനിങ് ആൻഡ് ടാസ്ക് ചെയിനിങ്. അപ്പോൾ അതിന് കോമൺ എക്സാമ്പിൾ ആണ് സ്റ്റഡി ഓഫ് ഫാസറ്റ് യൂസേജ് ഇൻ ചിൽഡ്രൻ. അതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സ്റ്റഡി ഓഫ് ഫാസറ്റ് യൂസേജ് ഇൻ ചിൽഡ്രൻ എന്ന് ചോദിച്ചു. ഒരുപാട് പേര് പെട്ടുപോയി. ഫാസറ്റ് എന്തുവെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട്, അതിൻ്റെ ഉപയോഗം എന്തുവെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് അത് ഇതിനകത്ത് വരുന്നതാണെന്ന് സംശയിച്ചു പോയി. അത് ചെയിനിങ്ങിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഷേപ്പിംഗ്, അത് കഴിഞ്ഞ് ചെയിനിങ്, സ്കിന്നറാണെ കൊണ്ടുവന്നത്. ദെൻ ക്യൂയിങ്, എ വേർഡ് ഓർ ഷോർട്ട് ഫ്രേസ് that identifies critical elements or features of a motor skill or task. A word or short phrase, ഒറ്റ വാക്ക് അല്ലെങ്കിൽ ഒരു ഫ്രേസ് പറയുന്നതിലൂടെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്ന ടെക്നിക്കാണ് ക്യൂയിങ്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതാണ് CUE, CUEING. അപ്പോൾ എ വേർഡ് ഓർ ഷോർട്ട് ഫ്രേസ് ദാറ്റ് ഐഡൻറ്റിഫൈസ് ക്രിട്ടിക്കൽ എലമെൻറ്റ്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് എ മോട്ടോർ സ്കിൽ ഓർ ടാസ്ക്. മോട്ടോർ സ്കിൽ മീൻസ് മോട്ടോർ നാസ്, അതിൻ്റെ പ്രവർത്തനം, ഓർ എ ടാസ്ക്. അതൊരൊറ്റ ഇതുകൊണ്ട് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, എ ഗേൾ ഫ്രണ്ട് ഹിൻറ്റിംഗ് ടു ഹർ ബോയ് ഫ്രണ്ട് that she had like to get married. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. This is an example of a girlfriend hinting, ഹിന്റ് കൊടുക്കുന്നു to her boyfriend, അവൻ്റെ ബോയ് ഫ്രണ്ടിന്, that she had like to get married, അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പച്ചയ്ക്ക് അങ്ങ് തുറന്നു പറഞ്ഞല്ല, ഹിൻറ്റിങ് പറഞ്ഞതിനകത്തൊരു ഹിന്റ് കൊടുത്ത് അവനെ മനസ്സിലാക്കിക്കുന്നു. That's an example for QE. അപ്പോൾ കുട്ടികൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നതിന് വേണ്ടി ചില ഹിന്റുകളിലൂടെ കാര്യത്തിലേക്ക് എത്തപ്പെടുന്നതിനെയാണ് ക്യൂയിങ് എന്ന് പറയുന്നത്. അടുത്ത ഡിസ്ക്രിമിനേഷൻ. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു റെസ്പോണ്ട് ഡിഫറൻ്റ്ലി ടു ഡിഫറൻറ്റ് സ്റ്റിമുലൈ. Then what is discrimination? Discrimination എന്താണ്? ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു റെസ്പോണ്ട് ഡിഫറൻ്റ്ലി ടു ഡിഫറൻറ്റ് സ്റ്റിമുലൈ. ഡിഫറൻറ്റ് സ്റ്റിമുലൈയിലേക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഡിസ്ക്രിമിനേഷൻ. തിരിച്ചറിവിൻ്റെ ഒരാണ്. കൂട്ടുകാരുടെ ഇടയിലിരുന്ന് ആഭാസത്തരം പറയുന്ന ആൾ ചർച്ചിൽ ചെല്ലുമ്പോൾ ആളുകളുടെ മുമ്പിൽ വെച്ച് ഒന്നും സംസാരിക്കാനുള്ള ധൈര്യം ഇല്ലാതിരിക്കുന്ന അവസ്ഥ. The ability to respond differently to different stimuli. സാഹചര്യം നോക്കി മാത്രം വർത്തമാനം പറയുന്നതാണ്. അതാണ് when you tell a ribald, ribald means ആഭാസത്തരം, ribald, take to friends at a party, ഒരു പാർട്ടിയിൽ കൂട്ടുകാരോട് പറയും, but refrain, അതിനോട് അത് വിട്ടു നിൽക്കും. എവിടെ? from doing so at a church gathering, ഒരു ചർച്ച് ഗാദറിങ്ങിൽ അവർ അതിൽ നിന്ന് വിട്ടു നിൽക്കും. അപ്പം എന്ത് കാര്യം എവിടെ പറയണം എവിടെ പറയണ്ട എന്നുള്ളതാണ് ഡിസ്ക്രിമിനേഷൻ ടെൻഡൻസി. എബിലിറ്റി ടു റെസ്പോണ്ട് ഡിഫറൻ്റ്ലി ടു ഡിഫറൻറ്റ് സ്റ്റിമുലൈ. അതിനൊരു നല്ല എക്സാമ്പിളാണ് when you tell a ribald, ribald means ആഭാസതരം, ribald take to friends, ribald tale, that means ribald tale കഥ, ribald tale to friends at a party, ഒരു പാർട്ടിയിൽ. But refrain,
വിട്ടു നിൽക്കാൻ പറ്റും, അത് പറയാതിരിക്കാം. ഫ്രം ഡൂയിങ് സോ അറ്റ് എ ചർച്ച് ഗ്യാതറിംഗ്, ഒരു ചർച്ച് ഗ്യാതറിംഗിൽ പറയാതിരിക്കാം. ദാറ്റ് ഈസ് ഡിസ്ക്രിമിനേഷൻ. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ, ദ ടേംസ് ഷേപ്പിംഗ്, ചെയിനിങ്, ക്യൂയിങ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആർ പ്രപ്പോസ്ഡ് ഇൻ ദ ലേണിംഗ് തിയറി. ഏത് ലേണിംഗ് തിയറിയിലാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? അപ്പൊ ഏത് ലേണിംഗ് തിയറിയിലാണ് ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഏതൊക്കെ? ഷേപ്പിംഗ്, ചെയിനിങ്, ക്യൂയിങ്, ഡിസ്ക്രിമിനേഷൻ. ഇപ്പൊ ഷേപ്പിംഗ് മീൻസ് ലീഡർ ആവാൻ കുട്ടികളെ പ്രേരിപ്പിക്കാം. ചെയിനിങ് മീൻസ് ഒരെണ്ണത്തിൻ്റെ ഉപയോഗം ഘട്ടം ഘട്ടമായി പറഞ്ഞു കൊടുക്കാം. ക്യൂയിങ് മീൻസ് ചില ഉത്തരങ്ങൾക്കൊരു ഹിൻഡ് കൊടുക്കാം. ഡിസ്ക്രിമിനേഷൻ മീൻസ് എന്ത്, എവിടെ, എപ്പോൾ, എങ്ങനെ പറയണം എന്നുള്ള ഒരു ബോധം നൽകാം. ഇത് ഇത്രയും കാണിക്കുന്ന ഇതിനകത്താണ് അപ്പാരന്റ് കണ്ടീഷൻ. ഇതിനകത്താണ് V.S. സ്കിന്നർ കൊണ്ടുവന്ന ഒപ്പാരന്റ് കണ്ടീഷനിങ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്. ഒപ്പാരന്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്. This is called instrumental conditioning. That means employs rewards and punishment for behavior. ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്താൽ നമ്മൾ റിവാർഡ് കൊടുക്കും. ഇതിനകത്തൊക്കെ പരാജയപ്പെട്ടാൽ, ഡിസ്ക്രിമിനേഷൻ തെറ്റിച്ചാൽ പണിഷ്മെന്റ് കൊടുക്കും. ഹിൻഡ് കിട്ടി ഉത്തരം പറഞ്ഞാൽ റിവാർഡ് കൊടുക്കും. സോ അപ്പാരന്റ് കണ്ടീഷനിങ് എംപ്ലോയ്സ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ഫോർ ബിഹേവിയർ. സ്വഭാവത്തിന് റിവാർഡും പണിഷ്മെന്റ് കൊടുക്കുന്നതാണ് അപ്പാരന്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്. ഈ അപ്പാരന്റ് കണ്ടീഷന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? തത്വങ്ങൾ. ദ പ്രിൻസിപ്പിൾസ് ഓഫ് അപ്പാരന്റ് കണ്ടീഷൻ. പ്രിൻസിപ്പിൾ എന്ന വാക്ക് തന്നെ പലരും ശരിക്ക് അറിയാതെ യൂസ് ചെയ്യുന്നുണ്ട്. പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ തത്വമാണ്. പ്രിൻസിപ്പാൾ അധികാരി. സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളാണ്, അദ്ദേഹമാണ് അതിന്റെ അധികാരി, മുഖ്യൻ. പ്രിൻസിപ്പാൾ, സെക്രട്ടറി, മുഖ്യ സെക്രട്ടറി. അപ്പൊ പരീക്ഷയ്ക്ക് പലരും, ദാറ്റ് മീൻസ് കോളേജിൽ ചെല്ലുമ്പോഴൊക്കെ പലരും ചോദിക്കുന്നത് പ്രിൻസിപ്പിൾ ഉണ്ടോ? പ്രിൻസിപ്പിൾ പ്രിൻസിപ്പിൾ മീൻസ് തത്വമാണ്. ശരിക്കും ഇംഗ്ലീഷിൽ പറയുമ്പോൾ പ്രിൻസിപ്പാൾ ഉണ്ടോ എന്ന് തന്നെ ചോദിക്കണം. അങ്ങനെ പറഞ്ഞ് പഠിക്കുകയും വേണം. പ്രിൻസിപ്പാൾ. ഇവിടെ പ്രിൻസിപ്പിൾ ആണ് തത്വം. സോ പ്രിൻസിപ്പിൾസ് ഓഫ് അപ്പാരന്റ് കണ്ടീഷനിങ് എന്തൊക്കെയാണ്? 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഏതൊക്കെ? റീഇൻഫോഴ്സ്മെന്റ്, അതാണ് സെൻട്രൽ കൺസെപ്റ്റ്. സോ പ്രിൻസിപ്പിൾസ് ഓഫ് അപ്പാരന്റ് കണ്ടീഷന്റെ സെൻട്രൽ കൺസെപ്റ്റ് ആണ് റീഇൻഫോഴ്സ്മെന്റ്. അറിയാൻ വയ്യാത്ത കാര്യം നിർബന്ധിച്ച് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. പണിഷ്മെന്റ് രണ്ടാമത്തത്, ശിക്ഷ കൊടുക്കാൻ പറ്റും. ഷേപ്പിംഗ്, നായകനായിട്ട് അല്ലെങ്കിൽ ആക്കിയെടുക്കുവാൻ പറ്റും, രൂപപ്പെടുത്തി മാറ്റാൻ പറ്റും. അസോസിയേറ്റ് വോളണ്ടറി ബിഹേവിയർ, ഒരു വോളണ്ടറി ബിഹേവിയർ അസോസിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സ്വമേധയാ രൂപപ്പെടുന്നത്, ഇൻവോളണ്ടറി ആകുമ്പോൾ സ്വമേധയാ അല്ലാതെ ഒരു വോളണ്ടറി ബിഹേവിയർ. അപ്പം വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് അപ്പാരന്റ് കണ്ടീഷനിങ്? സോ റീഇൻഫോഴ്സ്മെന്റ് സെൻട്രൽ കൺസെപ്റ്റ് ആണ്. പണിഷ്മെന്റ്, ഷേപ്പിംഗ്, അസോസിയേറ്റ് എ വോളണ്ടറി ബിഹേവിയർ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം എങ്ങനെയാണ്? Reinforcement, punishment, shaping and associate a voluntary behavior is the concept or principles of dash. എന്തായിരിക്കും? അപ്പാരന്റ് കണ്ടീഷൻ. ഇനി ആൻസർ അപ്പോൾ അതാണ്. ദ ടേംസ് ഷേപ്പിംഗ്, ചെയിനിങ്, ക്യൂയിങ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആർ പ്രപ്പോസ്ഡ് ഇൻ ദ ലേണിംഗ് തിയറി. ഓപ്ഷൻ എ ഒപ്പാരന്റ് കണ്ടീഷനിങ്. ഓപ്ഷൻ എയിൽ തന്ന ഒപ്പാരന്റ് കണ്ടീഷൻ അതെന്താണെന്ന് പറഞ്ഞു. സ്കിന്നറാണ്. ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനാണ്. പ്രിൻസിപ്പിൾസ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ എന്ന് പറഞ്ഞു. ഒന്ന് റിവാർഡും മറ്റൊന്ന് പണിഷ്മെന്റുമാണ്. അതിലൂടെയാണ് രൂപപ്പെടുത്തൽ നടക്കുന്നതെന്ന് പറഞ്ഞു. അതിനകത്ത് രണ്ടാമത്തെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താണ്?
ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് പറയുന്നതിന് പകരം നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും. 3 എക്സാമ്പിൾസ് ഈ ഒപ്പാരന്റ് കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താണ്? സ്റ്റുഡൻസ് ഹു ലൈൻ അപ്പ് ക്വയറ്റ്ലി ഇൻ ദ ക്ലാസ് ആഫ്റ്റർ ദ അസംബ്ലി. അസംബ്ലിക്ക് ശേഷം നിശബ്ദരായ കുട്ടികൾ വരിയായി ക്ലാസ്സിലേക്ക് വരുന്നത് ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. നമ്മൾ നിയന്ത്രിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ച് നൽകുന്ന ഒരു എൻഫോഴ്സ്മെന്റ് ആണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. സ്റ്റുഡൻസ് ഹു ലൈൻ അപ്പ് ക്വയറ്റ്ലി ഇൻ ദ ക്ലാസ് ആഫ്റ്റർ ദി അസംബ്ലി. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്? The teacher ignores a student who shouts out answers but calls on him when he raises hand. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയെ ശ്രദ്ധിക്കാതിരിക്കുകയും എന്നാൽ കൈ പൊക്കുന്ന കുട്ടിയെ ശ്രദ്ധിക്കുകയും ചെയ്യുക. സ്ഥിരമായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മനോഹരമായിട്ട് ശരിയായിട്ട് ഉത്തരം പറയുന്ന കുട്ടിയെ ശ്രദ്ധിക്കാതെ വിടുകയും കൈ പൊക്കുന്ന കുട്ടിയെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന അധ്യാപകന്റെ ആ ഒരു പ്രത്യേകതയെ പറയുന്ന പേരാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അത് പ്രേരണയല്ല. ഒരുത്തരെ ശരിയായിട്ട് പറഞ്ഞാൽ തന്നെ അവനെ പിന്നെ പ്രേരിപ്പിച്ചു കൊടുക്കേണ്ടത് അധ്യാപകന്റെ കടമയാണ്. അടുത്ത മൂന്നാമത്തെയാണ് പോസിറ്റീവ് പണിഷ്മെന്റ്. എക്സാമ്പിൾ പാരന്റ് കണ്ടീഷൻ്റെ എക്സാമ്പിളാണ് പോസിറ്റീവ് പണിഷ്മെന്റ്. എ സ്റ്റുഡന്റ് ഗെറ്റ്സ് ഡിറ്റൻഷൻ ആഫ്റ്റർ ബീയിങ് ലേറ്റ് ഫോർ ക്ലാസ് ടു മെനി ടൈംസ്. ഒരുപാട് പ്രാവശ്യം താമസിച്ച് വരുമ്പോൾ കുട്ടിയെ ഡിറ്റൻഷൻ തടങ്കലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലാസ്സിന് പുറത്ത് നിർത്തരുത്, ക്ലാസ്സിനകത്ത് കയറ്റി ഒരു മൂലയ്ക്ക് തന്നെ നിർത്തണം. കോടതി പോലും അതാ ചെയ്യുന്നത്. ചില കുറ്റത്തിന് ശിക്ഷ പറയാൻ കോടതിയുടെ മൂലയിലേക്ക് കോടതി പിരിയുന്ന വരെ നിന്നേക്കാൻ പറയും. അതുപോലെ കുട്ടികളെ സ്ഥിരമായിട്ട് താമസിച്ച് വരുന്ന കുട്ടിയെ ക്ലാസിന്റെ മൂലയിൽ ഡിറ്റൻ ചെയ്യുന്നു, തടങ്കലിൽ വയ്ക്കുന്നു. അവനൊരു ശിക്ഷ അടുത്ത ദിവസം കൃത്യസമയത്ത് വരാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് പോസിറ്റീവ് പണിഷ്മെന്റ്. അപ്പോൾ അപ്പാരന്റ് കണ്ടീഷനിങ്ങിന് പ്രധാനമായിട്ടും 3 എക്സാമ്പിൾസ് ആണ്: പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് പണിഷ്മെന്റ്. രണ്ടാമത് ഓപ്ഷനിൽ തന്നതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്? അതിന്റെ റെസ്പോണ്ടന്റ് കണ്ടീഷനിങ് എന്നും നമുക്ക് പറയാൻ പറ്റും. ഇവാൻ പാവ്ലോവ്, റഷ്യക്കാരനായ ഒരു സൈക്കോളജിസ്റ്റാണ് ഇവാൻ പാവ്ലോവ്. അദ്ദേഹമാണ് ഇത് കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു നായയിലാണ് പരീക്ഷണം നടത്തിയത്. അദ്ദേഹത്തിന്റെ നായയുടെ പേര് ബേർഖ എന്നാണ്. BIERKA, ബേർഖ. BIERKA, ബേർഖ എന്ന നായിലാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ച് ഇവാൻ പാവ്ലോവ്, റഷ്യൻ സൈക്കോളജിസ്റ്റായ ഇവാൻ പാവ്ലോവ് പരീക്ഷണം നടത്തിയത്. ഇത് ഇസ് എ ടൈപ്പ് ഓഫ് ലേണിംഗ് ദാറ്റ് ഹാപ്പൻസ് അൺകോൺഷ്യസ്ലി. അബോധാവസ്ഥയിൽ പോലും സംഭവിക്കാവുന്നത്. An automatic conditioned response is paired with a specific stimulus. നമുക്കാണ്, നമ്മുടേതാണ്, ഇപ്പൊ കിട്ടും എന്ന് തോന്നിക്കുന്ന ഒരു സ്റ്റിമുലസ് കൊണ്ടുവരിക. ദിസ് ക്രിയേറ്റ് എ ബിഹേവിയർ. അതൊരു സ്വഭാവമായിട്ട് അങ്ങ് പരിണമിക്കുക. അത് അദ്ദേഹത്തിന്റെ ബെൽ ആൻഡ് ഡോഗ് എക്സ്പെരിമെന്റ്. അദ്ദേഹം മണി അടിക്കും. അടിച്ചതിന് ശേഷം ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. പല പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ മണി മാത്രം അടിക്കുമ്പോഴും നായുടെ വായിൽ നിന്ന് സലൈവ വരുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റെഡി ടു ഈറ്റ്. അവിടെ സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞു, അത് റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ ബെൽ ആൻഡ് ഡോഗ്, അദ്ദേഹത്തിൻ്റെ ആ ഡോഗ് അദ്ദേഹം നടത്തിയ പരീക്ഷണം നടത്തിയ ഡോഗാണ് ബേർഖ, BIERK, ബേർഖ. അപ്പോൾ അവിടെ ഇത് മനുഷ്യനിൽ സംഭവിക്കുന്നുണ്ട്. മൃഗങ്ങളിൽ അദ്ദേഹം പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് തെളിയിച്ചു എന്നുള്ളതല്ല, മനുഷ്യനിൽ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഫോണിൻ്റെ റിംഗ് ടോണിന് സമാനമായ റിംഗ് ടോണ് വേറെ എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊന്നും ചിന്തിക്കാതെ ഓടി ഫോൺ എടുക്കാനായിട്ട് പോകും. അത് ഒരു അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ദ കണ്ടീഷണൽ സ്റ്റിമുലസ്. ആ കണ്ടീഷണൽ സ്റ്റിമുലസ് നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ആ ബെല്ലടിക്കുമ്പോൾ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് വെച്ച് അത് കേട്ടപ്പോൾ നമ്മുടെ ഫോൺ അല്ലെങ്കിൽ കൂടി എവിടെ നിന്നാണ് കേട്ട് പെട്ടെന്ന് നമ്മുടെ ഫോണിലേക്ക് നോക്കിയോ ഫോൺ എടുക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യും. അതാണ്. Some cell phones are ringing as the same as our ringtone, very reflexively reach to our phone. നമ്മുടെ ഫോണിൻ്റെ അടുത്തേക്ക് നമ്മൾ പാഞ്ഞു ചെല്ലുന്നു. ദിസ് ഈസ് ഡ്യൂ ടു എ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ഒരു സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം അത് തന്നെ ആയിരിക്കും എന്നുള്ള തോന്നൽ. മണി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് വന്നുകൊണ്ടിരിക്കും എന്നുള്ള തോന്നൽ.
അതാണ് മൂന്നാമത് പറഞ്ഞത്. നെക്സ്റ്റ് ആണ് ട്രയൽ ആൻഡ് എറർ. എഡ്വേർഡ് ലീ തോണ്ടേക്ക് അദ്ദേഹം കൊണ്ടുവന്നതാണ്. ഇത് സിമ്പിളാണ്, പ്രോബ്ലം സോൾവിങ് ആണ്. പ്രോബ്ലം സോൾവിങ്ങിന് നമ്മൾ ഒരുപാട് ട്രയൽ ആൻഡ് എറർ നടത്തുന്നു, റിപ്പയർ ചെയ്യുന്നു, ട്യൂണിങ് ചെയ്യുന്നു, ആൻഡ് ഒബ്റ്റെയിനിങ് നോളജ് നേടുന്നു. That means an organism successively tries various responses in a situation. ഒരവസരത്തിൽ പലതും ശ്രമിച്ചു നോക്കുകയാണ് ഒരു ജീവി. Seemingly at a random until one is successful. ഒരെണ്ണം വിജയിക്കുന്നവരെ വരെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. In achieving the goal. ആ ഗോൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ശ്രമിക്കുകയാണ്. പൂച്ച ഒരു കൂട്ടിനകത്തിട്ടതിന് ശേഷം വെളിയിൽ ഒരു മീൻ കൊണ്ടുവന്ന് വെച്ച് കൊടുത്തപ്പോൾ പൂച്ച ഒരുപാട് ശ്രമിച്ച് മീൻ എടുക്കാനായിട്ട് ശ്രമിച്ചത്. സോ ദാറ്റ്സ് ട്രയൽ ആൻഡ് എറർ. 3x + 5 = 17. അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്ന ട്രയൽ ആൻഡ് എറർ ആണ്. 3x 3 × x, എക്സിൻ്റെ വില നമ്മൾ 1 ആക്കി കൊടുക്കും, 2 ആക്കി കൊടുക്കും, ട്രൈ ചെയ്യുകയാണ്. എറർ വരുന്നു, 3 ആക്കി കൊടുക്കും. അങ്ങനെ കറക്റ്റ് എക്സിൻ്റെ വില നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ 4 3x + 5 = 17. 3 × 4 12 +5 = 17. അപ്പം ശരിയായി, കറക്റ്റിലേക്ക് എത്തി. So an organism successively tries to various responses in a stimulation seemingly at random until one is successful in achieving the goal. That is trial and error. Cat in a puzzle box, fish outside. Trial and error. Edward Lee Thorndike ചെയ്തത്. ഇനി ഇതിനകത്ത് 3 laws ആണുള്ളത്. ഈ ട്രയൽ ആൻഡ് എററിൽ 3 നിയമങ്ങളുണ്ട്. ലൈ ഓഫ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ടു ഡു, പല പ്രാവശ്യം ചെയ്യുക. ലൈ ഓഫ് യൂസ്, കണ്ടിന്യൂസ്ലി ഡു, പരാജയപ്പെടാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ലൈ ഓഫ് ഡിസ്യൂസ്, ഒരു വട്ടം ചെയ്തേച്ചങ്ങ് നിർത്തുന്നു, ഇനി എന്നെ കൊണ്ട് വയ്യ, അവിടെ പരാജയപ്പെടും, അതിന് പരാജയപ്പെട്ടു. എന്നാൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ്ലി ഡു, തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളും അങ്ങനെ തന്നെയാണ്, ജോലി കിട്ടാൻ വേണ്ടി തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, പരാജയം വരരുത്. പഠിച്ച് നമ്മൾ നേടും, ഉറപ്പായിട്ട് നേടും. അങ്ങനെ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം. സോ ലൈ ഓഫ് എക്സസൈസ് റിപ്പീറ്റഡ് ടു ഡു, ലൈ ഓഫ് യൂസ് കണ്ടിന്യൂസ്ലി ഡു, ലൈ ഓഫ് ഡിസ്യൂസ് ഡു ഓൺലി വൺസ്. 3 നിയമങ്ങളാണ് ഇതിനകത്തുള്ളത്. അതിൻ്റെ ലാസ്റ്റ് ഓപ്ഷനാണ് ഇൻസൈറ്റ് തിയറി. വൂൾഫ് ഗാങ് കൊഹ്ലർ ആണ് കൊണ്ടുവന്നത്. WG കൊഹ്ലർ, വൂൾഫ് ഗാങ് കൊഹ്ലർ. എന്താണ് ഇൻസൈറ്റ് തിയറി? വൺ ഓഫ് ദ ഫസ്റ്റ് കോഗ്നിറ്റീവ് തിയറിയാണ് ഇൻസൈറ്റ് തിയറി. പീപ്പിൾ റെക്കഗ്നൈസ് റിലേഷൻഷിപ്സ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ദം ടു സോൾവ് ന്യൂ പ്രോബ്ലംസ്. പരസ്പര ബന്ധങ്ങൾ മനസ്സിലാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കുക. പീപ്പിൾ റെക്കഗ്നൈസ് റിലേഷൻഷിപ്സ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ദം ടു സോൾവ് ന്യൂ പ്രോബ്ലംസ്. നമ്മൾ PSC പരീക്ഷയ്ക്ക് കണക്കിനകത്ത് പലതും ഇല്ലേ, ബന്ധം മനസ്സിലാക്കി ഉത്തരത്തിലേക്ക് എത്തുന്ന, ആദ്യത്തെ 2 തമ്മിലുള്ള ബന്ധം, അടുത്ത 2 തമ്മിലുള്ള ബന്ധം, അങ്ങനെ ബന്ധങ്ങൾ മനസ്സിലാക്കി ഉത്തരത്തിലേക്ക് എത്തുക. പീപ്പിൾ റെക്കഗ്നൈസ് റിലേഷൻഷിപ്സ് that can help them to solve new problems. That is insight theory. Dog prevented by gate. So ഒരു നായെ നമ്മളുടെ കൊച്ചു ഗേറ്റ് വെച്ച് അടച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവനത് ചാടി അപ്പുറത്ത് വരാൻ ശ്രമിക്കും. വീഡിയോ ഗെയിം ഫൈൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആഫ്റ്റർ ഒബ്സ്റ്റക്കിൾ ഇൻ ഫ്രണ്ട് ഓഫ് യു. വീഡിയോ ഗെയിം നിങ്ങൾ കളിക്കുന്ന സമയത്ത് ഓടിപ്പോകുന്നു, എങ്ങും ഇടിക്കാതെ നിങ്ങൾ ആ ഒബ്സ്റ്റക്കിളിനെ തരണം ചെയ്ത് പോകാനുള്ള നിങ്ങളുടെ കഴിവ്. ദാറ്റ് ഈസ് ഇൻസൈറ്റ് ലേണിംഗ് ആണ്, ഇൻസൈറ്റ് തിയറി ആണ്. ഇൻസൈറ്റ് തിയറി മീൻസ് പീപ്പിൾ റെക്കഗ്നൈസ് റിലേഷൻഷിപ്സ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് them to solve new problems. Example, dog prevented by gate. Video game find the next step after obstacle in front of you. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് അനലൈസ് ചെയ്യുന്നത്. ഒരുപാട് പോയിന്റ് അതിനകത്ത് അനലൈസ് ചെയ്യാൻ നൽകിയിട്ടുണ്ട്. ഭംഗിയായിട്ട് വായിക്കുക, സ്വയം ചോദ്യം ഉണ്ടാക്കുക, ഉത്തരം എഴുതാനായിട്ട് ചോദ്യം ഉണ്ടാക്കിയ ചോദ്യം മറ്റൊരു സുഹൃത്തിന് അയച്ചു കൊടുക്കുക. ഇതേപോലെ കൂടെ പഠിക്കുന്ന ഒരു സുഹൃത്തിന് അയച്ചു കൊടുക്കുക, അവർ ഉത്തരം എഴുതട്ടെ. ആ സുഹൃത്തിന് ചോദ്യം ഉണ്ടാക്കി വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് അയച്ചു തരട്ടെ, നിങ്ങൾ ഉത്തരം എഴുതട്ടെ. അപ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായെന്ന് സ്വയം പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കും. ദാറ്റ് ഈസ് ദ വേ ഓഫ് അറ്റൈൻ നോളജ് ത്രൂ സൈക്കോളജി. Okay, wish you all the best. We will meet through this in the next class. Thank you very much. Good night.